യുവനടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഗുരുതരമായ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. പ്രവീൺ, നമ്മൾ പുറത്തുവിട്ട ഓരോ തെളിവുകൾ കൂടിയാണ് ഇതിന് പരാതി ഇല്ല എന്നുള്ളൊരു കാരണം മാത്രമാണ് ബാക്കിയുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് ഉൾപ്പെടെ നടത്തിയ പ്രതിഷേധം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. MLA സ്ഥാനം ഉൾപ്പെടെ ഒഴിഞ്ഞ് നിൽക്കണമെന്നുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്കും മറ്റ് പാർട്ടികൾ കടന്നിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. നിലവിലെ സാഹചര്യം എന്താണ്? ആര്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പത്തനംതിട്ട അടൂർ നെല്ലിമുകളിലെ ആ വീടിന്റെ മുൻവശത്താണ്. ഇവിടെ ഇപ്പോഴും പോലീസ് ബാരിക്കേഡ് തീർത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതിന് മുമ്പ് ഇവിടെ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിഷേധ സമരം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധ സമരം നടന്ന അല്പസമയത്തിനകമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടതും പിന്നീട് രാജിപ്രഖ്യാപനം നടത്തിയതും. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം BJPയുടെയും ഒപ്പം തന്നെ CPIയുടെയും യുവജനസംഘടന AIYFന്റെയും ഒക്കെ പ്രതിഷേധം ഇവിടേക്ക് വരുന്നുണ്ട്. അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് കൊണ്ട് മാത്രം ആ ഒരു സമരം ഒടുങ്ങുന്നില്ല. വീണ്ടും ശക്തമായിട്ടുള്ള സമരവുമായി BJPയും ഒപ്പം തന്നെ AIYFും DYFIയും ഒക്കെ വരാൻ ഒരു സാധ്യതയുണ്ട്. DYFIയുടെ സമരം 5 മണിയോടുകൂടി അടൂർ നഗരത്തിൽ നടത്തുമെന്ന് DYFI നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാത്രമല്ല MLA സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്ന ഒരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ DYFIയും ഒപ്പം തന്നെ AIYFും BJPയും ഒക്കെ ഇനിയിപ്പോൾ ഉന്നയിക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള സമരങ്ങളായിരിക്കും ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടായിട്ടുള്ള ഈ അടൂരിലും ഒപ്പം തന്നെ പത്തനംതിട്ടയിലും ഉൾപ്പെടെ നടക്കാൻ പോകുന്നത്. ഏതായാലും അല്പസമയം മുമ്പ് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം തികച്ചും നാടകീയമായിരുന്നു. ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ പുറത്തുവിട്ട റിപ്പോർട്ടർ TV പുറത്തുവിട്ട ആ ഒരു ആ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അത് യാഥാർത്ഥ്യമല്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒരു വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയില്ല. അതായത് ആ ശബ്ദം തൻ്റെയാണോ അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് പറഞ്ഞിരിക്കുന്നത് താൻ തന്നെയാണോ എന്നത് സംബന്ധിച്ച് ഒരു കൃത്യതയാർന്ന മറുപടി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗത്തു നിന്നും വന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ആകെ വ്യക്തമാക്കിയത് നിയമ സംവിധാനമുണ്ടല്ലോ, പരാതിയുമായി ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് പോകട്ടെ, അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാമെന്നുള്ളതാണ്. അത് ഒട്ടും തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടിയായിരുന്നില്ല. മറ്റൊന്ന്, തന്നെ ആരും രാജിവെക്കുന്നതിന് നിർബന്ധിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതും തെറ്റായ കാര്യം തന്നെയായിരുന്നു. വാർത്താ സമ്മേളനത്തിനൊടുവിൽ അദ്ദേഹം ആ രാജിക്കാര്യം തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ അടിമുടി നാടകീയത നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം എന്നുള്ളത്. മറ്റൊന്ന്, അദ്ദേഹം യുവനടിയെപ്പറ്റി പറഞ്ഞത് അത് തന്നെ പറ്റിയാണ്, യുവനടി പറഞ്ഞത് തന്നെ പറ്റിയാണെന്ന് കരുതുന്നില്ല, അങ്ങനെയല്ല പറഞ്ഞതെന്നാണ് ഉറച്ചു വിശ്വസിക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അങ്ങനെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം തന്നെ സ്വയം ന്യായീകരിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പ്രസ്താവനയായി പറഞ്ഞത്. മറ്റൊന്ന്, ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് എതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം ഓഡിയോ സഹിതം വന്നിരിക്കുന്ന കാര്യങ്ങളിൽ കൃത്യതയാർന്ന ഒരു മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നില്ല. അപ്പോഴും നേതൃത്വം ഇടപെട്ടുകൊണ്ട് രാജിയിലേക്ക് പോയി എന്നുള്ള ആ ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ പരാതി ഉണ്ടെങ്കിൽ നിയമപരമായി തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നാണ് രാഹുൽ ഇതിനെ പ്രതിരോധിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ്